ഹലോ ഇവിടെ അണ്ടാ ഇങ്ങോട്ട് ഷൂട്ട് നടക്കൂല കേട്ടോ. എന്ത് ഷൂട്ട് നടക്കത്തില്ല, നിർത്തിക്കോ, വേണ്ട, ഷൂട്ട് നടക്കൂല. അതിന്റെ കാര്യം എന്താ? സമ്മതിക്കത്തില്ലേ? എന്ത് സമ്മതിക്കത്തില്ല. സുഹൃത്തെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഒരു അഭിനയ മോഹയാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ എനിക്ക് അഭിനയ മോഹം ഉള്ളതുകൊണ്ട് എനിക്ക് അമൃത ചാനലിൽ അവസരം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാ ഇങ്ങനെ കൈമിച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട, ആ മനുഷ്യനെ കണ്ട എന്നെ മുഖത്ത് നോക്കൂല. ഈ പറയുന്ന നെൽസൺ എന്ന് പറയുന്ന ആൾ എൻ്റെ കാശ് വാങ്ങിച്ചു. ഇപ്പൊ എന്നെ കാണുമ്പോൾ കണ്ട ലോകത്ത് വെച്ച് കണ്ട പരിചയമില്ല. എന്നെ കാണുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തിരിഞ്ഞൊരു പോക്കാണ്. ഇത് പറ്റൂല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇന്നിവിടെ ഷൂട്ട് ചെയ്താൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പറഞ്ഞ് എൻ്റെ കാശും മേടിച്ചു ഇദ്ദേഹം. അയ്യേ, അശ്വതി കിട്ടുന്ന പരിപാടിയാണ്. ഇയാള് പൈസ മേടിച്ചിട്ടുണ്ട്, ഒരു അവസരം മേടിച്ചിട്ട് 5 വർഷമായില്ലേ? നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? എന്തറിഞ്ഞ കാര്യം കേക്ക്. ഞാൻ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് ഇയാളെ പൈസ മേടിച്ചിട്ടില്ല. പിന്നെ പലിശക്ക് പൈസ മേടിച്ചു, ആ സത്യമാണ്. പലിശക്ക് പൈസ മേടിച്ചിട്ട് ഞാൻ മുതലും പലിശയായിട്ട് അതിന് തൊട്ടടുത്ത മാസം എന്നെ കൊണ്ടുകൊടുത്തു. വാങ്ങിക്കണ്ടേ? വാങ്ങിക്കുന്നില്ല. എനിക്ക് പൈസ വേണ്ട, ആ പൈസ നെൽസന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, അത് എനിക്ക് അമൃതയിൽ അഭിനയിക്കാൻ ഒരു അവസരം തന്നാൽ മതി. അങ്ങനെ പറഞ്ഞാലോ എന്നെ ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് കൊടുത്ത വാങ്ങിക്കാത്ത എന്റെ കുഴപ്പമാണ്. അവസരം കൊടുക്കണ്ടേ? അത് അവസരം വരുമ്പോ നമ്മൾ കൊടുക്കും. അല്ല, അങ്ങനെ അവസരം വരുന്ന 5 കൊല്ലമായില്ലേ? അല്ല, അന്ന് നടക്കത്തില്ല എന്ന് പറയണം. എന്നെ കൊണ്ട് പറ്റും, നടക്കും, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളിപ്പോ അമൃതയിലാണ്, നമ്മൾ ഇനിയിപ്പോ ഉടനെ പറ്റും. അല്ല സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് കിടന്ന് ബഹളം ഉണ്ടാക്കാനോ അടി ഉണ്ടാക്കാനോ ആവത് എനിക്കില്ല. എന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ വന്ന് കാര്യങ്ങൾ സംസാരിച്ചോളാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ 3 പേരും കൂടെ പറഞ്ഞാൽ മതി കേട്ടാ. ഗുണ്ടായിട്ട് വന്നതാണ്. ഗുണ്ടായിട്ട് വന്നാണ്. കണ്ടോ, കാണിച്ചു തരാം. കേറി വേണം ചോദിക്കും, പോയി ചോദിച്ചു. ചോദിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? 2 ദിവസമായിട്ട് ഞാൻ തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു തരും പോലെ എന്നെ പറഞ്ഞു തന്നത്. ഇങ്ങോട്ട് വാ, പറഞ്ഞു തരാം. ഇന്നും അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കാശ് മേടിച്ചോ, കാശ് തിരിച്ചു കൊടുക്കണം, അല്ലെ അവസരം കൊടുക്കണമെന്ന് പോയി ചോദിക്കും. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ലേ? ഒന്നുകിൽ അവസരം അല്ലെങ്കിൽ കാശ്. ഇപ്പൊ തരാൻ പറ. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ലേ? അവസരം അല്ലെങ്കിൽ കാശ് തരാൻ പറ. പൊന്ന് കളവാ, നിങ്ങൾക്ക് വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചൂടെ? നിങ്ങൾ അതോ കാര്യം പറഞ്ഞോണ്ടിരിക്കുവാന്നോ? അത് ഈ ചെവി പറയൽ. നിനക്ക് വേണ്ടി ഒരിടത്ത് ഞാൻ കാശ് ചോദിക്കാൻ പോയിട്ട് അവിടുന്ന് ഇവിടെ അടിയിട്ടിട്ട് ഈ ചെവി പോയിരിക്കുക. ഇവിടെ പറ. അങ്ങനെ. അതായത് എനിക്ക് അവസരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് കാശ് മേടിച്ചില്ല, ആ കാശ് ഒന്ന് തരാം, അല്ലെങ്കിൽ അവസരം തരാൻ പറ. പോയി ചോദിച്ചു. ബിപിയുടെ ഗുളി കഴിച്ചില്ല, അത് എന്തോ പോലെ അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തെ എന്തോ BP ഉണ്ടാ. ഒരു കാര്യം ചെയ്യും, നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. ഇങ്ങോട്ട് പറയും. അതെ, ഇനി എന്നെ പറ്റിക്കാതെ നോക്കണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് ഇപ്പൊ തരണം, ഇല്ലെങ്കിൽ അവസരം വാങ്ങിച്ചു തരണം. ആ എക്കോ ഒന്ന് ഓഫ് ചെയ്യാറ്, നീ ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. അതെ, എന്തായാലും എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താണ്. എന്നെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. മുതലാളിയെ കുറിച്ച് നാട്ടുകാർ പറയണ എന്താണെന്നറിയോ? അറിയോ? ഞാൻ പറഞ്ഞ നാറും നിങ്ങൾ ഇവിടെ എന്നാ പറയണ്ട കേട്ടോ. ഞാൻ 5 കൊല്ലമായിട്ട് അഭിനയിക്കാൻ നടക്കുന്ന ഒരാളാണ്. പക്ഷെ എന്റെ അഭിനയമോഹം ഉപേക്ഷിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷെ പുള്ളി ഭാര്യ ഉപേക്ഷിച്ചു പോയി. അഭിനയമോഹം പക്ഷെ ഉപേക്ഷിക്കില്ല, സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു. അറിയാം? ഭാര്യ ഉപേക്ഷിച്ചു? അതായത് ഞാൻ അഭിനയിക്കാൻ നടക്കുന്നുണ്ടേ വീട്ടിൽ കാണത്തില്ലല്ലോ. അപ്പൊ വീട്ടിലില്ലാത്ത ഒരു വസ്തുവിനെ അവക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവള് വേറെ പോയി. അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. അവസാനമായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി ഇവ എന്തും ചെയ്യും. ഇവൻ ജയിലിൽ പോവുകയും ചെയ്യും. ആര് പറഞ്ഞു ഞാൻ ജയിലിൽ പോകും? അല്ല, നീ ഇന്നലെ എൻ്റെ കൂടെ അവിടെ വെച്ച് പറഞ്ഞതാ ജയിലിൽ പൊക്കോളാം, എന്തുകൊണ്ടോ എനിക്ക് വേണ്ടി ചെയ്യാന്ന്. അത് ഞാൻ അപ്പോഴത്തെ പറ്റിന് പറയണതാ. നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ചു പോകല്ലേ ചുമ്മാ? അയ്യോ, അപ്പൊ ഉള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. 5 മിനിറ്റ് സമയം തരും. അതിനിടയ്ക്ക് നെൽസ ഒരു തീരുമാനത്തിലെത്തിയില്ലെങ്കിൽ തീരുമാനം എന്തോ? നിങ്ങളെ പൈസ മേടിക്കാനും എന്റെ കുഴപ്പമാണ്. നെൽസന്റെ കുടലുമാല എടുത്ത് യവൻ കഴുത്തിലിടും ഇന്ന്, കേട്ടാ. ഇതല്ല എന്റെ തലയിലോട്ട് വെക്കണേ. നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ജയിലിൽ പോവാൻ കുടലെടുക്കാന്നൊക്കെ? നീയല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്? എടുക്കാം, ഞാൻ വെളിയിൽ നിൽക്കാം. 5 മിനിറ്റ് സമയം, കേട്ടാ. കാണട്ടെ. കാണിക്കണ കാണിക്കണ. കണ്ടോ?
കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. നീ ലോക തോൽവിയാന്നല്ലോടാ, എന്താടാ ഈ കാണിച്ചത്? എന്റെ അഭിനയം കൊള്ളാവണ്ണ. എന്താണ് എന്റെ അഭിനയം എനിക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കൊള്ളാം. അതിനാണ് വന്നത്. തമാശ ചെയ്തതാട്ടോ. കൊള്ളാവോ സംഭവം? നന്നായിരുന്നു. പുള്ളി നോക്കണ്ട, അങ്ങനെ പൊളിയാ, ആണോ? ഞാൻ അടിപൊളിയാ. ആണോ? അപ്പൊ നീ നിക്ക്, അതായിരിക്കും നല്ലത്. അല്ലേ? അയാളേക്കാൾ എന്തായാലും കിട്ടിയേട്ടാ. പിന്നെ ഞാൻ വരട്ടി. അല്ല, അത് കിട്ടിയെന്നല്ല, ചാൻസ് കിട്ടിയാ എനിക്ക് അവസരം കിട്ടി. അമൃതയല്ല, അമൃതയെ തന്നെ കിട്ടി. അവസരം കണ്ടാ? കിട്ടി കേട്ടാ. അവസരം കിട്ടിയ അവസരം കിട്ടി. അമൃതാചാര്യനെ തന്നെ കിട്ടി. പിന്നെ ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തുവാടാ, ഇത് അനുഗ്രഹപ്പെട്ട ഒരു സ്ഥലം, ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ഐശ്വര്യമാണ്. പിന്നെ കോമഡി മസിൽ സൂപ്പർ മസീല മസോല മടാസ മടാല എന്തുവാണ് അതിന്റെ പേരെന്താ? അല്ലാതെ ഏത് പരിപാടിയൊക്കെയാണ് ചാൻസ് കിട്ടിയത്? അതെ, പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ഈ അമൃത TV തന്നെ കഥയിലെ ജീവിതം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതിലാണ് അങ്ങനെ? എന്റെ ഭാര്യ എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി കഥയിലെ ജീവിതത്തിൽ പരാതി കൊടുത്തു. അതിലോട്ട് അഭിനയിക്കാൻ വിളിച്ചേക്കുന്നു. മുതലാളി ഇന്ന് തകർക്കും. സൂപ്പർ. കൂടെ ആൾ ദ ബെസ്റ്റ്.